ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. ബിരിയാണി മസാല, ചിക്കൻ മസാല ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലെ 1-2 പൊടികൾ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബിരിയാണി അരി ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റോളം കുതിരാൻ വേണ്ടി വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കുക. അത് ഇതുപോലെ ഞാൻ നല്ലതുപോലെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായി നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. തീരെ വലിപ്പമുള്ള പീസല്ല, ചെറിയ ഇടത്തരം പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് നല്ല എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇത് ഇത്രയും മാത്രമേ നമ്മൾ ഈ ചിക്കനിൽ ചേർക്കുന്നുള്ളൂ. ഈ ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അത് തേച്ച് എല്ലാം നല്ലതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു 30 മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ ചിക്കനൊക്കെ നല്ല ഒരു എരിവൊക്കെ പിടിച്ച് നാരങ്ങയുടെ ആ പുളിപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുമ്പോൾ തന്നെ ചിക്കൻ നല്ല ഒരു ടേസ്റ്റാണ്. അടുത്തതായി കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ഒന്ന് നല്ലതുപോലെ മൊരിച്ച് നമുക്ക് ബിരിയാണിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമുക്ക് മൊരിച്ചൊന്ന് മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് സൺഫ്ലവർ ഓയിലിലാണ്, വെളിച്ചെണ്ണയിലല്ല. സൺഫ്ലവർ ഓയിലാണ് ഈ ബിരിയാണി എല്ലാം തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 6-7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടാക്കി ഇതെല്ലാം മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൊരിച്ചതിന് ശേഷം ഇനി ഈ ബാലൻസ് ഉള്ള ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള ബാക്കി മസാല തയ്യാറാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഒരു 7-8 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തതിൽ ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട്. ഈ എണ്ണയിലോട്ട് ഞാനൊരു 3 സവാള, മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിലരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. സവാളയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനൊന്ന് അടപ്പുകൊണ്ട് അടച്ചാണ് ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അതായത് ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം, ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഇതുപോലെ ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റാക്കിയതോ ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ചതച്ചത്, അതും നമുക്ക് 1-2 ടേബിൾ സ്പൂൺ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ അധികം മസാലകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എരിവിനനുസരിച്ചത് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. 4 പച്ചമുളകോളം അത് എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ചതച്ചതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് ഇത്രയും ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ഏതാണ്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. സവാള ഒന്ന് മൊരിഞ്ഞിട്ടുമുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇത് ഇത്രയും ആയതിന് ശേഷം മാത്രമേ നമ്മൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവൂ. ഒരു മീഡിയം സൈസിൽ ഒരു 3 ടൊമാറ്റോ ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ സവാള ഒന്നും നല്ലതുപോലെ വശങ്ങി ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് മുന്നേ ടൊമാറ്റോ ചേർക്കുകയാണെങ്കിൽ സവാള ഇതാവാൻ കുറച്ച് താമസം എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഞാൻ എരിവ് കുറഞ്ഞ പച്ചമുളക് ഒരു 3-4 അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം എരിവുള്ള പച്ചമുളകും എരിവില്ലാത്ത പച്ചമുളകും കൂടെ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ അടപ്പുകൊണ്ട് അടച്ച് വേണം ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഇത്രയും മസാല ഒന്ന് ഏതാണ്ട് ആയിട്ടുണ്ട്, ഒന്ന് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്.
ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില പുതിനയില ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അത് കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മല്ലിയില അതും ചെറിയ രീതിയിലൊന്ന് വാടിയതാണ്, അത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഈ സമയം ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും മസാല നമ്മുടെ ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ച് ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ ആവശ്യത്തിനുള്ള എരിവും ഉപ്പൊക്കെ പിടിച്ച് ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് ഇതായിരിക്കും. അപ്പോൾ ആ ചിക്കൻ നമ്മുടെ ഈ മസാലയിലോട്ട് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ബിരിയാണിയിലെ ചിക്കൻ മുരിങ്ങിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് എടുത്ത് കഴിക്കാൻ വേണ്ടി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി അധികം പുളിപ്പില്ലാത്ത തൈര് ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം ദാണ്ടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്, അധികം പുളിപ്പില്ലാത്തത്. അതും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുളിപ്പ് ഉള്ള തൈരാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. പിന്നെ നാരങ്ങ ജ്യൂസ് ചേർക്കേണ്ട ആവശ്യവുമില്ല. ആവശ്യത്തിന് പുളിപ്പും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും അത് കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും കൂടെ കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുക ഗരം മസാല. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഈ ഇതിൽ പൊടിയായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഈ ഗരം മസാലയുടെ മണം മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല ഒരു ടേസ്റ്റും നല്ല ഒരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. അടപ്പുണ്ട് അടച്ച് തന്നെ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ സമയം ഇത് ചിക്കനൊന്ന് ഏതാണ്ടൊന്ന് വേഗമായിട്ടുണ്ട്. വെന്ത് കിട്ടുന്ന സമയത്തിന് നമുക്കൊന്ന് ചോറ് തയ്യാറാക്കി എടുക്കാം. നമുക്കിത് 2 രീതിയിൽ നമുക്കിതിൽ നെയ്ച്ചോറായിട്ടും തയ്യാറാക്കി എടുക്കാം, അല്ലാതെ അരി ഊറ്റി വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അരി ഊറ്റി എടുക്കുന്ന രീതിയിലാണ് നമ്മളിന്ന് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാനിലോട്ട് കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 3 ഗ്ലാസ് അരി നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ആ അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഒന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്, ചെറിയ ജീരകം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഗരം മസാല ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണിൽ നിന്ന് കൂടാൻ പാടില്ല നാരങ്ങാ നീര്. കൂടുകയാണെങ്കിൽ ചോറിന് വല്ലാത്തൊരു പുളിപ്പായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഗരം മസാല, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അരി ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ചോറ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വേഗമായിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാകും. നമ്മുടെ ചിക്കനും ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഏതാണ്ട് നല്ല വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള അരപ്പും എല്ലാം ആയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ മസാല ഏതാണ്ട് നല്ല ഒരു മണമാണ്. ഇവിടെയൊക്കെ നല്ല ഒരു മണവും ചിക്കനിലോട്ട് എല്ലാം എരിവ് പുളിപ്പ് എല്ലാം പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കിയത്, ഇപ്പോൾ നെയ്ച്ചോറായിട്ടല്ല, ഇതിപ്പോൾ ഞാൻ ആ അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അത്രയും ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ ഈ മസാലയുടെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളം തോർന്നതിന് ശേഷം ചൂട് മാറാത്ത രീതിയിൽ അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക. അത്രയും അതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ 1 കിലോ ചിക്കനിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതെല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ആക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാല അതെടുത്ത് നമുക്ക് ഇതിലോട്ട് ഒന്ന് മീതെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വേണ്ട, ഒരു 1/4 ടേബിൾ സ്പൂണോ 2 പിഞ്ചോ മതിയാകും. ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബിരിയാണിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നെയ്യ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇതുപോലെ എടുത്ത് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യൊന്നും ഇതിൽ ഇതുവരെയും ചേർത്തില്ല, ഈ സമയമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്തതായി മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കുക. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഈ സമയം കുറച്ച് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും, അതായത് നമ്മുടെ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതിൽ നിന്നെല്ലാം കുറേശ്ശെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ റൈസ് മൊത്തം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് റോസ് വാട്ടറിലാണ് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മണവും കൂടി കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലോട്ടെല്ലാം അവിടെ ആയിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു യെല്ലോ കളറും കൂടെ കിട്ടുമ്പോൾ നമ്മുടെ ബിരിയാണി ഒരു പ്രത്യേക ഭംഗിയും കൂടെയാണ്. കാണാൻ കഴിക്കാനുള്ളതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. ഇതിനെ ഞാനൊരു പാനിൻ്റെ മീതെയാണ് നമ്മുടെ ഈ കടായി എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം ഞാൻ ദാണ്ടെ ഒന്ന് തുറന്നിട്ടുണ്ട്. നല്ല ഒരു മണമാണ്. ഞാൻ റോസ് വാട്ടറിലാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് അതൊരു പ്രത്യേക മണമാണ്. കാണാനും ദാണ്ടെ നല്ല ഒരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഏതാണ്ട് നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഒരു ചെറിയൊരു മൊരുവൊക്കെ ആയാണ് ചിക്കൻ ഇരിക്കുന്നത്. അത് കരിയാതിരിക്കാനാണ് നമ്മൾ അടിയിലൊരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ ബിരിയാണി പാത്രം എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെയും ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലും ഇടാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ബിരിയാണി മസാലയൊന്നും നമ്മളിതിലോട്ട് ചേർത്തിട്ടില്ല, ഇറച്ചി മസാലയും ഒന്നും ചേർത്തിട്ടില്ല. ആർക്കും നമുക്ക് വേഗം വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് ഒരു പിന്നെ ചെറിയ ബൗളിൽ നമുക്ക് ഒരാൾക്കൊക്കെ ഉള്ള ബിരിയാണി ഇതുപോലെ ഒന്ന് മസാലയും ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ നമുക്ക് ചൂടോട് കൂടി ഒരു ബൗളിലാക്കിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ അടിയിലത്തെ ചോറ് എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പം കുറച്ച് പിന്നെ വൈറ്റ് കളർ ചോറും കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മുടെ ഈ മസാല ഓരോരുത്തർക്ക് തയ്യാറാക്കുന്നതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നിറച്ചതിന് ശേഷം ചെറിയ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെറിയ ഒരു സ്റ്റീലിൻ്റെ ബൗളോ ഗ്ലാസ് ബൗളോ ഏതായാലും കുഴപ്പമില്ല, ആ ബൗളിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കത് പ്ലേറ്റിലോട്ട് ഒന്ന് കമഴ്ത്തുക. നല്ല ഭംഗിയായിട്ട് നമുക്കത് നല്ല രീതിയിൽ തന്നെ ഇത് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി, സവാളയും നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നൊരു ചിക്കൻ പീസും കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൂടി വെക്കുമ്പോൾ വളരെ നല്ല ഒരു ടേസ്റ്റിയും കാണാനും നല്ല ഒരു ഭംഗിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.